ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ബാംഗ്ലൂർക്ക് പോണ ഒരു വ്ളോഗാണ് കേട്ടോ. ഞാൻ വ്ളോഗ് എടുക്കാനായിട്ടാണ് മെയിനായിട്ട് ബാംഗ്ലൂർക്ക് പോണത്. ശരിക്കും ബാംഗ്ലൂർക്ക് പോണത് മാമയുടെ മോൻ +2 കഴിഞ്ഞപ്പോൾ നഴ്സിങ്ങിന് ചേരാൻ പോവാണ്. അപ്പോൾ ജസ്റ്റ് കോളേജൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാനായിട്ടാണ് ഞങ്ങൾ പോണത്. പക്ഷെ ഞാൻ കയറി പോണത് വ്ളോഗ് എടുക്കാന്ന് മൈൻഡോട് കൂടി മാത്രമാണ്. പിന്നെ എത്ര പേര് വന്നത് ഞങ്ങൾ ജസ്റ്റ് ഒരു ട്രിപ്പ് ആക്കാം എന്ന് എല്ലാവരും കൂടി ജസ്റ്റ് വൈബാക്കി അങ്ങനെ പോവാന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ്. എന്തായാലും ബാംഗ്ലൂർക്ക് പോകുന്നുണ്ട്, അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ജസ്റ്റ് ചില്ല് ചെയ്തിട്ട് വരാം, അങ്ങനെ ഒരു മൈൻഡിലാണ് എല്ലാവരും കൂടി വന്നേക്കണത് കേട്ടോ. എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വ്ളോഗ് എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. പിന്നെ ബസ് കയറാനായിട്ട് എത്തിയപ്പോൾ ബസ് കുറച്ച് ലേറ്റ് ആവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ആരും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, പിന്നെ വിശക്കണവും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം വർത്താനം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞപ്പോഴേക്കും ബസ് വന്നു. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി. അങ്ങനെ സീറ്റൊക്കെ സെറ്റായി. ഞാനും ആൻറ്റിയും ഒരുമിച്ചാണ് ഇരുന്നത് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഉറക്കം വന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, നല്ലൊരു ഉറക്കം ഉറങ്ങി. പിന്നെ രാവിലെയാണ് എണീറ്റത് കേട്ടോ. ബാംഗ്ലൂർ എത്തിയപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 7:30 ടൈമൊക്കെ ആയിട്ടാ. ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു, ഞാൻ അറിഞ്ഞില്ല എത്തിയത്. പിന്നെ ചേട്ടൻ എന്നെ വിളിച്ചു പിടിയെ സ്ഥലം എത്തി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എണീറ്റതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബസ്സൊക്കെ ഇറങ്ങിയ വൈക്കന്നെ കുറേ ടാക്സിക്കാരും ഓട്ടോറിക്ഷക്കാരും എല്ലാവരും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക, ഇതിൽ കയറുന്നു പറഞ്ഞിട്ട് ലാസ്റ്റ് ഞങ്ങൾ ഒരു ഓട്ടോയിൽ കയറി. 2 ഓട്ടോ ആയിട്ട് വന്നേ, 6 പേരുള്ളതുകൊണ്ട് അവർ ഒരു ഓട്ടോയിൽ 3 പേരെ കയറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിലെത്തി. ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാനായിട്ടൊരു ലോഡ്ജിൽ കയറി. അവിടെ കയറിയപ്പോഴാണെങ്കിലോ കുറച്ച് നേരം മതി നമുക്ക്, പക്ഷെ അവർ ജാതി റേറ്റാ പറഞ്ഞേ. ലാസ്റ്റ് ഞങ്ങൾ ബാർഗെയിനൊക്കെ ചെയ്ത് സംസാരിച്ച് അവർ കുറച്ച് തന്നു. ബാഗൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ട് ചായ കുടിക്കാനായിട്ട് പിന്നെ നമ്മൾ പുറത്തിറങ്ങി. അങ്ങനെ അവിടെ നിന്ന് ഒരു മലയാളി ചാണ്ട കട കണ്ടിട്ട് ജസ്റ്റ് ചായ കുടിച്ച് കുറെ കടിയൊക്കെ കഴിച്ചു. അപ്പൊ ഞങ്ങൾ ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു അമ്മയുടെ മോളുടെ ഒപ്പം ഈ ഒരു പട്ടിക്കുട്ടി ഇങ്ങനെ നടന്നു പോയിട്ട് നല്ല രസമുണ്ട് അതിനെ കാണാനായിട്ട്. നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു പട്ടിക്കുട്ടി. അപ്പൊ ഈ അമ്മ ഞങ്ങളിങ്ങനെ നോക്കിക്കുമ്പോൾ ഈ അമ്മ ഞങ്ങളിവിടെ പറയാ, ഇവളപ്പം എന്താ ഇങ്ങനെ നടക്കണേന്ന് ചോദിച്ചപ്പോൾ പറയാ, മോളുടെ തപ്പിട്ടാണ് പോണേന്ന്. മോള് ജോലിക്ക് പോകുമ്പോൾ ആളുടെ പിന്നാലെ ഇങ്ങനെ പോകുന്നത്. നല്ലൊരു രസമായിട്ടുള്ള ഒരു പട്ടിക്കുട്ടിട്ടാ. അങ്ങനെ അതിന്റെ തലയിലൊക്കെ ഇങ്ങനെ മുടി കെട്ടി വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. Every corner tells a story untold. Every moment അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ ലോഡ്ജിലേക്കാണ് വന്നത്. ഇതാണ് കേട്ടോ റൂം. അപ്പൊ പിന്നെ നമ്മൾ മിറർ കണ്ടു കഴിഞ്ഞാൽ വീഡിയോ എടുക്കാണ്ട് വിടാൻ പാടില്ലല്ലോ, അങ്ങനെ ഞാൻ എടുത്തതാണ്. ഇതിപ്പോൾ റെഡി ആയതിനു ശേഷം ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അതിന് മുമ്പുള്ളതൊന്നും എടുക്കാൻ പറ്റിയില്ല. വേഗം നമ്മൾ ഫ്രഷ് ആയിട്ട് ഡ്രസ്സപ്പൊക്കെ ചെയ്തിട്ട് പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് കുറച്ച് ലൈറ്റ് ആയിട്ടാലോ നമ്മൾ ചായ കുടിച്ചത്. ഇനി നമുക്ക് കുറച്ച് ഹെവി ആയിട്ട് തന്നെ കഴിക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ കയറിയതാണ്. ഞാനൊന്നും കഴിച്ചില്ല കേട്ടോ. ഇവരാണ് ദോശ മേടിച്ച് കഴിച്ചത്. ഞാനും മാമിയും ഒന്നും കഴിച്ചില്ല. എനിക്ക് അവിടുത്തെ ഫുഡ് ഓൾറെഡി പറ്റില്ല, അതാണ് ഞാൻ കഴിക്കാത്തത്. അപ്പം ഞാൻ ഒരു ഫ്രഷ് ജ്യൂസ് മാത്രമേ കുടിച്ചുള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെയും ഞങ്ങൾ നടന്നു തുടങ്ങി. ഇവിടുന്ന് കുറച്ചുള്ളൂ മെട്രോ കയറാനായിട്ട് പോകണം. അപ്പോൾ കുറച്ച് അങ്ങനെ നടന്നു. മെട്രോയിൽ കയറിയിട്ട് വേണം നമുക്ക് കോളേജിലേക്ക് പോകാനായിട്ട്. അവിടുന്ന് പിന്നെ കാറിൽ പിക്ക് ചെയ്യാനായിട്ട് അവിടുത്തെ ചേട്ടൻ വരുമെന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ മെട്രോയിലേക്കാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. പോണ വഴിയിലൊക്കെ നല്ല രസമായിട്ടാണ് കാണാനായിട്ട്. ഈ സൈഡിൽ പാർക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്നു പോകുമ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. പിന്നെ നമ്മൾ അധികം അങ്ങോട്ട് ചെന്നില്ല, നമ്മളെ കൂടെ കൂടുതൽ ബോയ്സ് ആണ്. പിന്നെ ഞങ്ങൾ വേഗം റോഡൊക്കെ ക്രോസ് ചെയ്ത് മെട്രോ എത്തിയിട്ടാ. City lights guide us through the night. In your embrace everything feels right. Jazz in the air, a melody so sweet. In the city's rhythm our hearts beat. As the night fades and the dawn appears, in the city's heart we conquer our fears. City lights forever in our sight, in your glow. Neon signs flicker, shadows play in the heart of the night. അങ്ങനെ ഞങ്ങൾ മെട്രോ ഒക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങൾ പിക്ക് ചെയ്യാനായിട്ട് ഒരു ചേട്ടൻ വന്നു കേട്ടോ. അപ്പോൾ വണ്ടി വരാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും ആദ്യം അച്ഛനും കൂടി ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാട്ടോ. അങ്ങനെ നമ്മൾ ടാക്സിയിലൊക്കെ കയറിയിട്ട് നമ്മൾ കോളേജ് എത്തിയിട്ടാ. അവിടെ വെച്ചിട്ടാണ് ഈ സ്കെൽറ്റൻ ബോഡിയൊക്കെ കണ്ടത്. അങ്ങനെ നമ്മൾ കോളേജ് ഫുള്ള് ചുറ്റി കണ്ടു. അവിടെ പിന്നെ ഒന്നും കൂടി മോഡിഫൈ ചെയ്യാണ്, കുറച്ച് പണികളൊക്കെ നടക്കുന്നുണ്ട് അവിടെ. പിന്നെ പ്രാക്ടിക്കലിനായിട്ടുള്ള സംഭവങ്ങളൊക്കെ പുതിയതായിട്ട് കൊണ്ടുവന്നു എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ ഫുള്ള് കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട്
നമ്മൾ തിരിച്ച് നമ്മൾ മെട്രോയിലേക്ക് പോവാണ്. അങ്ങനെ അവിടുത്തെ ബസ് കയറിയിട്ടാണ്. ഞങ്ങൾ KSRTC ബസ്സിലാണ് കയറിയത്. കാരണം ലേഡീസിന് നമുക്ക് ഫ്രീ ആണല്ലോ, അത് വിചാരിച്ച് കയറിയതാണ്. പക്ഷേ ആള് പറഞ്ഞു ഇവിടുത്തെ ആൾക്കാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ, കേരളത്തിലത്തെ ആൾക്കാർക്ക് കൊടുക്കില്ലാന്ന്. അപ്പോൾ പിന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടി വന്നു. അങ്ങനെ പിന്നെ നമ്മൾ നേരെ ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഒരു 4:30 ടൈമൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ ഒരു ബിരിയാണി അല്ല, അതിൻ്റെ പേര് പറഞ്ഞു എനിക്കിപ്പോൾ ഓർമ്മ കിട്ടണില്ല കേട്ടോ. അങ്ങനത്തെ പോലത്തെ ഒരു സംഭവമാണ് കഴിച്ചത്. കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഒരു വെറൈറ്റി ടേസ്റ്റ്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് പോയത്. അവിടെ എത്തിയപ്പോഴേക്ക് അത്യാവശ്യം വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നടക്കാനായിട്ടുള്ള ഒരു എനർജി ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ജസ്റ്റ് ഒരു റീല് പെട്ടെന്ന് ഞങ്ങൾ തട്ടിക്കൂട്ടി ചേട്ടനെ പെട്ടെന്ന് പഠിപ്പിച്ചിട്ട് ഒരു റീല് ജസ്റ്റ് ഒന്ന് എടുത്തു. അത് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതെല്ലാവരും കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഞങ്ങൾ അധികം നേരം ഞാൻ അവിടെ നിൽക്കാൻ പോയില്ല. ഞങ്ങളൊരു ഊബർ ബുക്ക് ചെയ്തിട്ട് വേഗം റൂമിലേക്കാണ് പോയത്. നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ട് പിന്നെ ഷോപ്പിങ്ങിന് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോണ വഴിയിൽ ആൻറ്റി ജസ്റ്റ് നല്ല ഉറക്കാട്ടാ. അപ്പോൾ ഞാൻ ആളറിയാണ്ട് ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. ഇപ്പോൾ ഈ വീഡിയോ ഇറങ്ങുമ്പോൾ ആൾ കാണുള്ളൂ. അങ്ങനെ ഞങ്ങൾ ബാഗൊക്കെ സെറ്റാക്കി വെച്ചിട്ട് പിന്നെ ഷോപ്പിങ്ങിനാണ് ഇറങ്ങിയത്. നമുക്കൊരു 1 മണിക്കൂർ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ നിറച്ച് ഡ്രസ്സുകൾ കേട്ടോ, ഏത് ഏജുകാർക്കുള്ള ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു. പിള്ളേരുടെ ഒക്കെ കണ്ടപ്പോൾ നല്ല ക്യൂട്ടായിട്ട് ഭയങ്കര ചെറിയ ചെറിയ ഡ്രസ്സുകൾ കേട്ടോ. അങ്ങനെ കുറേ അതൊക്കെ നോക്കി, ലേഡീസിൻ്റെ സെക്ഷനിൽ നോക്കി. ഞാനൊരു ജസ്റ്റ് ഒരു ടോപ്പും ഒരു പാൻറ്റും ആണ് എടുത്തത്. പിന്നെ വേറെ അധികം ഒന്നും നോക്കാൻ നിന്നില്ല. പിന്നെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് അധികം ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ 1 മണിക്കൂർ കൊണ്ട് വേഗം നമ്മളെല്ലാം നോക്കിയിട്ട് ഉള്ളത് കിട്ടിയത് നമ്മൾ എടുത്തിട്ട് പോകുന്നു, അത്രേ ഉണ്ടായുള്ളൂ. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് ഒരു മന്തിക്കട തപ്പിയിട്ട് കുറച്ച് നേരം നടക്കേണ്ടി വന്നു. അങ്ങനെ ഫൈനലി നമുക്ക് മന്തിയൊക്കെ കിട്ടി. വേഗം കഴിച്ചു, കാരണം നമ്മൾ അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വേഗം കഴിച്ചിട്ട് ഊബർ ബുക്ക് ചെയ്തിട്ട് വേഗം ബസ്സിലേക്കാണ് പോയത്. അങ്ങനെ ഞങ്ങൾ ബസ്സിലൊക്കെ കയറി. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഉറക്കം വന്നു. ബസ്സിൽ കയറിയപ്പോൾ എനിക്ക് ഓൾറെഡി ഉറക്കം വരും. പിന്നെ നല്ല ടയേർഡായിരുന്നു. പിന്നെ അങ്ങനെ കിടന്നുറങ്ങി. രാവിലെ നമ്മളൊരു 8 മണി ആ ടൈമിലാണ് എത്തിയത്. അപ്പോൾ ബാംഗ്ലൂർ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ആരെങ്കിലും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ, ബൈ ഗൈസ്.